ഹലോ, നമ്മളിപ്പോഴും ഗ്രീസിൽ സാന്റോറിനി ഐലൻഡിൽ തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ നിന്ന റിസോർട്ട് റൊക്കാബെല്ല എന്ന് പറയുന്ന ഈ റിസോർട്ടിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാമെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റിസോർട്ടും ഞാൻ നിന്ന റൂമും ഒക്കെ ഒന്ന് പെട്ടെന്ന് ചുറ്റി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിലേക്കുള്ള വഴി. ഈ ഒരു റിസോർട്ടിൽ എല്ലാം പ്രൈവറ്റ് വില്ല പോലത്തെ റൂംസ് ആണ് കേട്ടോ. എല്ലാ റൂമിനും ഓരോ പേരുണ്ട്. നമ്മുടെ റൂമിന്റെ പേര് ബൊഹിമി എന്നായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റൂമിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഗ്ലാസ് ഡോറാണ്. അതിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ആ വാതിലങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുക റൂമാണ്, പക്ഷേ റൂമല്ല. ആദ്യം തന്നെ നമ്മൾ കാണുന്ന ടോയ്ലറ്റ് ആണ്. പിന്നെ താഴേക്ക് ഇതുപോലെയുള്ള പടികളുണ്ട്, നമ്മുടെ ഏടിപ്പടികൾ പോലെ മരം കൊണ്ടുള്ള പടിയാണ് കേട്ടോ. അങ്ങനെ അണ്ടർഗ്രൗണ്ട് ആണ് നമ്മുടെ റൂം. അതെനിക്കൊരു ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് റൂം വാതിൽ തുറന്നപ്പോൾ തന്നെ ഞാൻ റൂമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് തുറന്നത്. പക്ഷേ ഇതൊരു ഒരു കുഞ്ഞി സർപ്രൈസ് ആയിരുന്നു. ഇതാണ് നമുക്ക് റൂം തുറന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള ആ അടിപൊളി വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗംഭീര വ്യൂ. ഞാൻ ചെന്ന ദിവസം അത്യാവശ്യം ചെറുതായിട്ടൊരു മഴക്കാറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സാന്റോറിനിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയുണ്ട്. ഇങ്ങനെ കാലാവസ്ഥ മാറി 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 ഇപ്പോൾ കാർമേഘങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെന്നപ്പോൾ ഇങ്ങനെ ഒന്ന് മൂടിയ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറാനും തുടങ്ങി. പക്ഷേ ഒരു 10, 15, 20 മിനിറ്റ് അങ്ങ് കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് ആ ഒരു ആകാശമൊക്കെ ഒന്ന് തെളിയാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ താഴേക്കുള്ള ആ ഒരു പടികൾ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻറ്റും നമ്മുടെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിക്കുന്ന സ്ഥലമാണ്. കുഞ്ഞിതായിട്ട് മഴക്കോളുള്ളത് കൊണ്ട് തന്നെ നല്ല കാറ്റായിരുന്നു, നല്ല തണുപ്പാണ് കേട്ടോ. നല്ല സുഖമുള്ളൊരു തണുപ്പാണ്. അതിൻ്റെ കൂടെ ഈ ഒരു കാറ്റും കൂടി ആയപ്പോൾ നല്ല അടിപൊളി ഫീലായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്നെ കാണാൻ വന്നൊരു ചെറിയ ഗസ്റ്റാണിത്. അദ്ദേഹം കുറേ നേരം അവിടെ ഇരുന്ന് കുറേ നേരം മ്യാവും മ്യാവും എന്നൊക്കെ പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബൊഹിമി, ഞാൻ റെഡിയായി, ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി. ഇനിയാണ് നമ്മൾ സാന്റോറിനി കറങ്ങാൻ പോകുന്നത്. പക്ഷേ ഞാൻ റെഡി ആയപ്പോഴേക്കും നിങ്ങൾക്കിപ്പോൾ ആ ആകാശത്തിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ആകാശം നന്നായി തെളിഞ്ഞു, നമ്മുടെ മഴക്കാറൊക്കെ പോയി, നല്ല അടിപൊളി കാലാവസ്ഥയായി, സൂര്യൻ വന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ അവിടെ ഇരുന്ന് എടുത്തു. കാരണം വന്നപ്പോഴുള്ള ഒരു മൂടൽ നമുക്ക് കംപ്ലീറ്റ് മാറിക്കിട്ടി. ഇതാണ് അതിൻ്റെ ആ ഒരു ഡെക്ക്. അവിടെ ഈ പറയുന്ന പോലെ നേരെ അപ്പുറത്ത് തന്നെ സമുദ്രമാണ്. നമുക്കങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന അത്രയും അടുത്താണ് സമുദ്രം. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ മുകളിൽ നിന്നുള്ള വ്യൂവും നമുക്ക് ആ സമുദ്രവും ആ ആകാശവും അതിലുള്ള വെള്ള മേഘങ്ങളും എല്ലാം കൂടി, ഞാൻ പറഞ്ഞില്ലേ, ഈ സാന്റോറിനി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ്. എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു കോമ്പിനേഷനാണ്. കടും നീലയും ഇളം നീലയും വെള്ളയൊക്കെ ഉള്ളൊരു കോമ്പിനേഷനാണ് കാണാൻ പറ്റുക. ഞാനപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നതാ റെഡിയായി ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹാർട്ട് ഓഫ് സാന്റോറിനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതാ നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. ഈ ഹാർട്ട് ഓഫ് സാന്റോറിനി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് ഒരു പ്രത്യേക സ്ഥലമാണ് സാന്റോറിനിയിലെ. കുറച്ചു നേരം ഇപ്പം ഞാനൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം, ആ ഒരു സീഡ ലെവലിലേക്ക്. ഇതാ ഞാൻ അത്യാവശ്യം നല്ലൊരു ഷൂസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള ഷൂസ് വേണം കേട്ടോ. സാധാരണ ചെരുപ്പൊക്കെ വെച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഏകദേശം താഴെ എത്തുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അവിടെ ഒരു ഹോള് കാണാൻ പറ്റും, ഒരു ദ്വാരം. അതാണ് ഹാർട്ട് ഓഫ് സാന്റോറിനി. പണ്ട് ഇതിൻ്റെ ഷേപ്പ് ഒരു ഹാർട്ട് പോലെയായിരുന്നു, ഒരു ലവ് ഷേപ്പ് ആയിരുന്നു എന്നാണ് എൻ്റെ ഗൈഡ് വാസിലിസ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷെ ഇപ്പം അതിങ്ങനെ വേറെയൊക്കെ വന്നിട്ട് ഏകദേശം ഒരു വൃത്താകൃതിയിലായിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു സമുദ്രം കാണുന്ന ആ ഒരു കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഹാർട്ട് ഓഫ് സാന്റോറിനി എന്ന് പറയുന്ന ആ ഒരു ദ്വാരത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോഴുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഇതാണ്. താഴെ നമുക്ക് സമുദ്രം കാണാം, അതിൻ്റെ ആ ഒരു താഴെയുള്ള താഴ്വാരം പോലെയുള്ള സ്ഥലങ്ങൾ കാണാം. അവിടെ കുഞ്ഞു ഹട്ടുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വെള്ള പോലെ കാണുന്നത് ചെറിയ വീടുകളാണ്. അത് ഈ ഫിഷർമാൻ, അതായത് മുക്കുവന്മാരുടെ വീടുകളാണെന്നാണ് എൻ്റെ അടുത്ത് വാസിലിസ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് റെഡ് ബീച്ച്. നോക്കി, എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. റെഡ് കളറാണ്, റെഡ് സാൻഡാണ്. നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇങ്ങനെ പല കളറുകളാണ് കാണാൻ പറ്റുക. ഈ റെഡ് ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതെന്തിനാണ് ഇതിന് റെഡ് കളർ വന്നതെന്നറിയോ? ഇത് അയേണിന്റെ അംശം, ഈ ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അയേൺ ഓക്സിജനുമായിട്ട് മിക്സ് ആവുമ്പോഴാണ് ഈ
റെഡ് കളർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, അപ്പോൾ എവിടെ നിന്നാണ് ഈ അയൺ വന്നത്, എവിടെ നിന്നാണ് ഇരുമ്പ് വന്നത്? നോക്കൂ, ഈ സാന്റോറിനി എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡ് ധാരാളം വോൾക്കാനോസ് ഒക്കെയുള്ള ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോസ് ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ഭൂചലനങ്ങളും അതുപോലെ തന്നെ ലാവകൾ, ഈ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തിട്ട് പൊട്ടിത്തെറിച്ച് ലാവ എപ്പോഴും വന്ന് അടിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ലാവയിൽ ധാരാളം മിനറലുകളുണ്ട്, അതിൽ തന്നെ ധാരാളം അയൺ ഉണ്ട്, ഇരുമ്പുണ്ട്. അപ്പോൾ ആ അയണും നമ്മുടെ ഓക്സിജനും ഒക്കെ ആയിട്ട് കലർന്നിട്ടാണ് ആ ബീച്ചിന്, ഇവിടെ എല്ലായിടത്തും ഇല്ല, ആ ഒരു പ്രത്യേക ബീച്ചിന് ഇങ്ങനെ റെഡ് കളറ് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ സാൻഡും ബീച്ചും ഒക്കെ റെഡ് കളറാണ്. ഇനിയാണ് അടുത്ത അത്ഭുതം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബ്ലാക്ക് ബീച്ചിലേക്കാണ്. നോക്കൂ, ഒരേ സ്ഥലത്ത് തന്നെ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിലാണ് ഈ റെഡ് ബീച്ചും ബ്ലാക്ക് ബീച്ചും ഉള്ളത്. റെഡ് ബീച്ചിൽ അവിടെ നമുക്ക് ചുവന്ന കളറിലാണ് നമ്മുടെ ബീച്ചിന്റെ ആ ഒരു സാൻഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ കളർ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറിലുള്ള മണലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ലാവ വന്നടിഞ്ഞ് ആ ലാവയിലുള്ള പലതരത്തിലുള്ള മിനറലുകളുടെ കൂടെ ഓക്സിജൻ കൂടി ചേർന്ന് അതിൻ്റെ പല പല കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും ഫലമായിട്ടാണ് ഇവിടുത്തെ സാൻഡിന് കറുപ്പ് കളർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ റെഡ് ബീച്ചും സാൻഡ് ബീച്ച് അതുപോലെ തന്നെ ബ്ലാക്ക് ബീച്ചും ഒക്കെ സാന്റോറിനിയിൽ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലാവകളും അവിടെയുള്ള വോൾക്കാനോസ് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ലാവ വന്ന് അതിൻ്റെ പല 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 രാസപ്രക്രിയകൾ മൂലമാണ് ഇങ്ങനെ റെഡും ബ്ലാക്കും ഒക്കെ ആയത്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനാണ് മൗണ്ട് പ്രൊഫറ്റ് എന്ന് പറയുന്ന ഒരു ഹില്ല്, അല്ലെങ്കിൽ ഒരു പീക്ക് എന്ന് പറയാം, ഒരു വലിയ കുന്ന്. ഇതാണ് സാന്റോറിനിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. എന്തിനാണ് ഈ ഉയരം കൂടിയ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്നാണ് ഏറ്റവും നല്ല സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റുക. അതായത് സാന്റോറിനി എന്ന് പറയുന്ന ഐലൻഡിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൂര്യാസ്തമയം കാണാൻ പറ്റുന്ന ലൊക്കേഷനാണ് ഈ പറയുന്ന മൗണ്ട് പ്രൊഫറ്റ് എന്ന് പറയുന്ന ആ ഒരു ഹിൽ ടോപ്പ്. നോക്കൂ, ആ സൂര്യാസ്തമയത്തിന്റെ ഭംഗി എന്നെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ചോപ്പ് നമ്മുടെ മുഖത്തിങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോൾ ആ ഒരു ഭംഗി ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്ത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു എന്നറിയോ. പ്രത്യേകിച്ച് നമ്മൾ ഈ വലിയൊരു ഉയരത്തിൽ നിന്നിട്ട് സൺസെറ്റ് കാണുമ്പോഴേ അതിൻ്റെ ഒരു മനോഹാരിത വ്യത്യാസം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് വാസിലിസ് ഈ പറയുന്ന മൗണ്ട് പ്രൊഫറ്റ് എന്ന് പറയുന്ന ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഇന്നത്തോടുകൂടി എൻ്റെ ഈ ഒരു ഇന്നത്തെ സാന്റോറിനി ചുറ്റൽ അവസാനിക്കുകയാണ്. എന്തായാലും സാന്റോറിനിയിലെ എൻ്റെ ആ ദിവസത്തിൻ്റെ അവസാനം ഇത്രയും മനോഹരമായിരുന്നു, ഇത്രയും നല്ലൊരു കാഴ്ചയിലാണ് അത് അവസാനിച്ചത്.